എല്ലാവർക്കും നമസ്കാരം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വർഷം തോറും നടക്കാറുള്ള എല്ലാ വർഷവും നടക്കാറുള്ള കാരക്കാപ്പറമ്പ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിലാണ് നമ്മളെല്ലാവരും ഈ ശുഭദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ബ്രിട്ടീഷ് അടിമത്തത്തിൻ്റെ കറുത്ത ദിനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുകർന്ന ജൂണാണ് ഓഗസ്റ്റ് 15. 1975 ആഗസ്റ്റ് 15 രാഷ്ട്രപ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ കൽക്കട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയെന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസംഗവും നടത്തി ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനുവേണ്ടി അനവധി വർഷം നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തിന് വേണ്ടി ധീരമായിട്ടുണ്ട്. ഒരുമയോടെ കൂട്ടായ്മയോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരായ വിപ്ലവകാരികൾക്ക് ആദരാഞ്ജലികളും ആദരവും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാനെ ആദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രവർത്തകരെ, നമ്മൾ ഇപ്പോൾ ഒരു പ്രതികൂല കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷവേളയിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്ന പോലെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വിപുലമായ പരിപാടിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും കാലാവസ്ഥ ഇന്നലെ മുതൽ പെയ്യുന്ന തോരാത്ത മഴ കാരണം ചടങ്ങ് വളരെ ലളിതമാക്കി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മാക്കളായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ മൗലാന ആസാദ്, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ മഹാത്മാക്കളുടെ സ്മരണകൾ, അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെ ഫലമായി നേടിയതാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിന്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഇങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം പൂർത്തിയായി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതിപ്പോൾ ഞാനൊന്ന് ആവർത്തിച്ച് പറയേണ്ടത്. അതിൻ്റെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. ജയിൽവാസം അനുഭവിച്ചവരും ജയിൽ ശിക്ഷ അനുഭവിച്ചവരും ജയിലിൽ കടന്ന് മരിച്ചവരും എല്ലാവരുമുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് വീര ദേശാഭിമാനികൾ ജനിച്ച മണ്ണാണ് നമ്മളും. ഈ പ്രതിജ്ഞ നമ്മൾ എടുക്കുന്നു, നമ്മൾ കൊല്ലം സംബന്ധിച്ച് പുതുക്കുന്നു. ഈ പുതുക്കലിൽ നമ്മൾ മുതിർന്നവരും കുട്ടികളും അടക്കം ഇതെന്താണ്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് പഠിക്കാൻ അവർ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിന് പുറമെ ഇതെന്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തലിൽ ഇന്ന് നമുക്ക് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് നമ്മളും ഇതിൻ്റെ ഭാഗമാകുകയാണ്. അതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയിക്കും.
तब शुभ आशीष मांगे, गावे तब जय गाथा।